ഹായ് ഫ്രണ്ട്സ്, പ്രിയാസ് ആൻഡ് ശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ദാ ഇവരിന്ന് തീറ്റയൊക്കെ എടുക്കാൻ ഇച്ചിരി പേടിച്ച് നിൽക്കുക. അതിനൊക്കെ ഒരു കാരണമുണ്ട്, ഞാൻ നിങ്ങളോട് കാണിക്കാവേ. എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയെന്നേ, ഒന്നും പറയണ്ട. ഇന്നലെ എൻ്റെ കോഴിക്കൂടിൻ്റെ മണ്ടയ്ക്കല്ല, കോഴിക്കൂടിനകത്ത് ഇവരുടെ ഈ KG സിസ്റ്റത്തിലിട്ടിരുന്ന നമ്മുടെ BB380 കോഴി, ഞാൻ പറഞ്ഞില്ലേ പരീക്ഷണശാലയിൽ വളരുന്ന മക്കളാണ് ഇവർ സക്സസ് ആവുകയാണെങ്കിൽ വേണം എനിക്ക് ഒരു 100 കോഴിയുടെ കൂട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഒരു 20 പേരെ ഇവിടെ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നലെ പറ്റിയൊരു അക്കിടിയാണ് നിങ്ങളെ കാണിക്കാതെ. ഇന്നലെ രാത്രി ഒരു 10-10:30 11 കാണും, 11 മണിയോടുകൂടി ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഒരാളെത്തി. ആരാണെന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷെങ്കിൽ ഇത് കണ്ടോ, അക്രമസക്തനായി ഇതാണ്ട് അവരുടെ കൂടെയെല്ലാം വലിച്ച് പറിച്ച് ഇവിടെ കൂട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി. എന്തായാലും രക്ഷപ്പെട്ടു. വീടിനോടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ കൂട് വെച്ചിരുന്നത്. അതുകൊണ്ട് അനുവേട്ടൻ കേട്ടു. ഞാൻ അന്നേരം ലൈവിലിരിക്കുന്ന സമയമായിരുന്നു. അനുവേട്ടൻ അന്നേരം ഇത് കേട്ടു. അനുവേട്ടനും മോളും അമ്മയെല്ലാം കൂടി ഓടി വന്ന് എന്തായാലും കൊണ്ടുപോയില്ല. പക്ഷെ എൻ്റെ കൂട് തകർത്ത് കളഞ്ഞു കേട്ടോ. എന്താ വന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് അവർക്കൊരു ചെറിയ പേടിയുണ്ട്, അവരങ്ങോട്ട് അടുക്കുന്നില്ല. കണ്ടോ, തീറ്റയൊക്കെ കൊടുത്തിട്ട് പോലും മടിച്ച് നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 3.5 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞാൻ ഈ പരുവത്തിൽ എത്തിച്ച് മുട്ടയിടാറൊക്കെ ആക്കി എടുത്തോണ്ട് വന്നപ്പോൾ എന്തേലും കൊണ്ടുപോകുമായിരുന്നെങ്കിലത്തെ എൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു കേട്ടോ. പക്ഷെ അതാണ്ട് ഈ കൂട്ടിൽ നിന്നാണ് കയറിയേക്കുന്നത്. മറ്റു കൂടെല്ലാം സേഫ് ആയിരുന്നു. ഈ കൂട് ശകലം ഇച്ചിരി തുരുമ്പിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തോ ചാടി കയറി ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇവരെന്തോ ഇന്നറിയാൻ രക്ഷപ്പെടാൻ വേണ്ടി ഈ കൂട്ടിൽ നിന്നെടുത്ത് വെളിയിൽ ചാടി അങ്ങനെ 2 പേര് വെളിയിലായി പോയി. എന്തായാലും ഈ കൂട്ടി കിടന്നവരാണ് എടുത്ത് പുറത്തി അടിക്കുന്നത്. ബാക്കി ആരെയും കൊണ്ടുപോയില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇവരുടെ ഇതുണ്ടോ, ഭയങ്കരമായിട്ട് ഇത് ഒത്തിരി വലിച്ചു പറിച്ച് കളഞ്ഞു. എന്ത് സംഭവിച്ചാന്നൊന്നും എനിക്കറിയത്തില്ല. ഭയങ്കര ബഹളമായിരുന്നു. ഇത് മൊത്തം ഇവിടിട്ട് വലിച്ചു പറിച്ചതാ. എന്തായാലും ഇവർക്കാർക്കും കുഴപ്പമൊന്നുമില്ല. ഇവർക്കാർക്കും മുറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെല്ലാം സേഫായിട്ട് നിൽക്കുന്നു. അപ്പം രാവിലെ ഞാൻ തീറ്റയൊക്കെ ഇട്ട് കൊടുത്താണ്. പക്ഷെ തീറ്റയൊക്കെ എടുക്കാൻ മടി കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു പേടിച്ചിട്ടായിരിക്കും തീറ്റ എടുക്കാൻ മടി കാണിക്കുന്നത്. അതല്ലെങ്കിൽ അവർക്ക് തീറ്റ ഇട്ട് കൊടുത്താൽ അവർ പടപടാന്ന് തിന്ന് തീർക്കുന്നത്. അതോ ഇനി ഞാൻ ഈ ക്യാമറയൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണോ? വെള്ളം കൊടുത്തില്ല. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തീറ്റ ഇട്ട് കൊടുക്കും. തീറ്റ അങ്ങോട്ട് തീരാറാവുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളത്തിനകത്ത് എന്തെങ്കിലും മരുന്നൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വെള്ളം കൊടുത്താൽ ചിലപ്പോൾ ഈ വെള്ളം കമത്തിക്കളയും, കുടിക്കത്തില്ലേ. അപ്പം മരുന്നുകൾ എന്തെങ്കിലും ചേർത്താൽ ഇവർ ഉള്ളിൽ കൃത്യമായിട്ട് ചെല്ലില്ല. കാരണം കാൽസ്യമോ വൈറ്റമിൻസോ എന്തെങ്കിലും ചേർത്താൽ ഇവരുടെ ഉള്ളിൽ അത് കൃത്യമായിട്ട് ചെല്ലില്ല. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ബുദ്ധിയാണ്, ആദ്യം തീറ്റ ഇട്ട് കൊടുത്ത് തീറ്റ അങ്ങോട്ട് നന്നായിട്ട് തിന്നങ്ങ് ആസ്വദിച്ച് നിൽക്കുമ്പോൾ എന്തോ ഇന്നറിയ വെള്ളം കൊടുക്കും. അപ്പം തീറ്റ തിന്നതിൻ്റെ ആ പരവേശത്തിന്, തൊണ്ടയ്ക്കിരിക്കുന്നതിൻ്റെ പരവേശത്തിന് കൃത്യമായിട്ട് അവർ വെള്ളം കുടിക്കും. അപ്പോൾ ആ വെള്ളം കൃത്യമായിട്ട് അവരുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അവർക്ക് കിട്ടാനുള്ള വൈറ്റമിൻസ് എല്ലാം അവർക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് കണ്ടിട്ട് പറയാം, എൻ്റെ മക്കൾ മുട്ടയിടാറായോ? ആ ചേട്ടൻ പറഞ്ഞു, അനന്ത് ചേട്ടൻ പറഞ്ഞു ഇവരുടെ കൂടെയുള്ളവർ മുട്ട ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് തീറ്റ കൂടുതലാണ്. ഞാൻ തീറ്റ കൂടുതൽ കൊടുത്തുകൊണ്ടായിരിക്കും മുട്ട ഇടാത്തതെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഈയിടെ തീറ്റയൊക്കെ കുറച്ചിട്ടുണ്ട്. കറക്റ്റ് അളവ് തന്നെ, അതിലൊരു വ്യത്യാസം വരുത്തില്ല. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 100 ഗ്രാം ഒരാൾക്ക് ഒരു ദിവസം. ആ അളവിൽ തന്നെയാണ് ഞാനിപ്പോൾ കറക്റ്റായിട്ട് തീറ്റ കൊടുക്കുന്നത്. എന്തായാലും ചുണ്ടുചുറിയൊക്കെ ചുമന്നിട്ടുണ്ട്. മുട്ടയിടും എന്തായാലും ഒരാഴ്ച അതിനപ്പുറത്തേക്ക് പോവില്ല, മുട്ടയിടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇവർ 2 പേര് കൂട്ടിയിൽ നിന്ന് വെളിയിൽ ചാടിയവരെ 2 പേരെ നമ്മൾ ഇവിടെ ഈ ആട്ടുംകൂട്ടിലോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പോയിരിക്കുക. ഇവരെ പുറത്തു നിന്നുള്ള ഒന്നും കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് ഞാൻ കൊടുക്കുന്ന തീറ്റ മാത്രം ആ ഒരു ഇതിൽ നിൽക്കണമെന്നാണ് എനിക്ക് ഇവരുടെ ആഗ്രഹം. പക്ഷേ ഈ ആട്ടുംകൂട്ടി വിട്ട് കഴിഞ്ഞാൽ മറ്റു കോഴികൾ ഇറങ്ങുമ്പോൾ അവർക്ക് തീറ്റ കൊടുക്കുന്നതൊക്കെ കൊത്തിപ്പറക്കി തിന്നും. അതുകൊണ്ട് ഇവരെ ഞാൻ പിടിച്ച് എൻ്റെ കൂട്ടിൽ തന്നെ ഇടുകയാണ്. കൂട് ശരിയല്ലെങ്കിലും നമുക്ക് ഇവരെ പിടിച്ച് കൂട്ടിൽ തന്നെ ഇടാം, അല്ലേ? അവരെ 2 പേരെയും പിടിച്ച് ഞാൻ കൂട്ടിലിട്ടിട്ടുണ്ട്. ഞാൻ ഇവർക്ക് വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അസുഖങ്ങളൊന്നും വരാതെ ഇത്ര കൃത്യമായിട്ട് ഇവർ നിൽക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ വെള്ളമൊക്കെ കൊടുക്കുന്ന പാത്രങ്ങൾ കൃത്യമായിട്ട് കഴുകും. അത് ഞാൻ വീണ്ടും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശുദ്ധമായ വെള്ളം മാത്രമേ കോഴികൾക്ക് കൊടുക്കാവൂ. അതേസമയം എൻ്റെ പുറത്ത് നടക്കുന്ന കോഴികൾക്ക് അസുഖം ഉണ്ടാകാറുണ്ട്. അതിന് കാരണമുണ്ട്. പുറത്ത് നടക്കുന്ന കോഴികളാണ് ഇവർക്ക് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനുള്ള കാരണം ഞാനിപ്പോൾ തീറ്റ വെച്ച് കൊടുത്തിട്ടില്ലേ, അതുകൊണ്ട് തുറന്നു വിടുമ്പോൾ ബഹളം ഉണ്ടാക്കി ചാടിപ്പോകും.
എന്തായാലും നമുക്കൊരു ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തീറ്റ പിന്നീട് എടുത്തിട്ട് കൊടുക്കാം. ഇവരെന്തുകൊണ്ടാണ് ഇവർക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്? ഇവരെല്ലാം നടന്ന് കൊത്തിപ്പറക്കി തിന്നും. അതുകൊണ്ട് ഇതുണ്ട് എൻ്റെ പൂവമ്മോനെയൊക്കെ കണ്ടോ, എൻ്റെ പിള്ളേരെ കണ്ടോ ഇറങ്ങുന്നത്? കുറേ കമ്പ് തള്ളി താഴെ ഇട്ടു. അപ്പൊ ഇവരിങ്ങനെ ആസ്വദിച്ചിങ്ങനെ ചാടി പൊക്കോണ്ടിരിക്കുകയുണ്ടോ. ഇവർക്കിനി തീറ്റ ഇട്ട് കൊടുക്കണം. ഇപ്പം അഴിച്ചു വിട്ടതേ ഉള്ളൂ. പെട്ടെന്ന് പോയി ഞാൻ ഓടിച്ചെന്നതുണ്ട് ഇവിടുത്തെ വല അടയ്ക്കട്ടെ. വല അടച്ചില്ലേലുണ്ടല്ലോ ഇത് വഴി ചാടി വെളി വരുമെന്ന്. ഇവിടെ മൊത്തം ഞാൻ ചെയ്തേക്കുന്ന കൃഷി മൊത്തം നശിപ്പിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? അതാ ഇങ്ങനെ ഒരു വലയൊക്കെ കെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കുള്ള തീറ്റ എടുത്തോണ്ട് ഇങ്ങനൊരു വലയൊക്കെ കെട്ടി ഇവിടെ വെച്ചേക്ക് ഇവർ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ഇവർക്കുള്ള തീറ്റയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഇവർക്കുള്ള തീറ്റയൊക്കെ കൊടുക്കാം. ഇവർ കണ്ട അഴുക്കും ഒക്കെ തന്നെ അവിടെ അമ്മ തലേദിവസത്തെ ചോറ് കൊണ്ടിട്ടിരുന്നു, അതാ തിന്നുന്ന വന്നേന്ന്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം അവർ കൊത്തിപ്പറക്കി തിന്നും. അപ്പൊ ഇവർക്ക് അസുഖങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ നോക്കിയാൽ മതി, അസുഖങ്ങൾ വന്നാൽ ഇങ്ങനെ തിന്ന് വളരുന്ന കോഴികളും വളരണമല്ലോ അല്ലേ, മറ്റേ മാത്രം പോരാല്ലോ. അപ്പോൾ ഇവർക്ക് നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ അവർക്ക് വേണ്ട എന്താ പറയുക കുറച്ച് നാട്ടുമരുന്നുകളൊക്കെ ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.